ഹായ് എവരി വൺ, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കുറേ നാളായി നമ്മളൊരു വീഡിയോ ഒക്കെ ആയിട്ട് വന്നിട്ട്, അപ്പോൾ കുറച്ചധികം തിരക്കുകളൊക്കെ ആയിരുന്നത് കൊണ്ടിട്ടാണ് നമ്മൾ വീഡിയോസൊന്നും പോസ്റ്റ് ചെയ്യാതിരുന്നത്. അപ്പോൾ വീഡിയോ ഒക്കെ ഒരുപാട് നാൾ കഴിഞ്ഞിട്ട് ഇടുന്നത് കൊണ്ടിട്ടൊക്കെ തന്നെ നമുക്ക് വ്യൂസൊക്കെ അധികം കുറവാണ്. അപ്പോൾ എല്ലാ കൂട്ടുകാരും നമ്മുടെ വീഡിയോസൊക്കെ കണ്ട് പഴയതുപോലെ നമ്മുടെ ചാനലിനെ എന്നെയൊക്കെ ഒന്ന് സപ്പോർട്ടൊക്കെ ചെയ്യുക. അപ്പോൾ ഇന്ന് നമ്മളൊരു ഈവനിങ് വ്ളോഗാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഒരുപാട് നാളായല്ലോ നമ്മളൊരു ഈവനിങ് വ്ളോഗൊക്കെ ചെയ്തിട്ട്. അപ്പോൾ ഇനി താമസിയാതെ തന്നെ നമ്മുടെ ചാനലിൽ പുതിയ പുതിയ ട്രാവൽ വീഡിയോസും ഒക്കെ വരുന്നതായിരിക്കും. അപ്പോൾ ഒരുപാട് പറഞ്ഞ് ഞാൻ ബോറൊന്നും അടുപ്പിക്കുന്നില്ല. അപ്പോൾ ഇന്നത്തെ ഒരു വൈകുന്നേരം എങ്ങനെയായിരുന്നു എന്ന് നമുക്കിനി ഒന്ന് കണ്ടു നോക്കാം. അങ്ങനെ ഒരു 5:30 ആയപ്പോഴാണ് കേട്ടോ ഞാൻ വൈകുന്നേരം കിച്ചണിലേക്ക് കയറിയത്. ഇന്ന് ഒത്തിരി പണികളുള്ള ഒരു ദിവസമാണ് വൈകുന്നേരം. സാധാരണ നമ്മൾ ഷോപ്പിലൊക്കെ പോയിട്ട് വന്നതിന് ശേഷമാണ് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ഷോപ്പിലോട്ടൊന്നും പോകാത്തത് കൊണ്ടിട്ട് ഇന്ന് വീട്ടിൽ നിന്നിട്ട് കുറച്ച് ജോലികളൊക്കെ ഒന്ന് ഒതുക്കാനൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഒതുക്കി ഒന്ന് റെസ്റ്റൊക്കെ എടുത്തിട്ട് 5:30 ആയിട്ടോ നമ്മുടെ കിച്ചണിലേക്ക് കയറിയപ്പോൾ തന്നെ. അപ്പം നമ്മൾ നേരത്തേക്ക് നമ്മുടെ വീട്ടിൽ നമ്മൾ കാണിച്ചിരുന്ന ആ ഒരു വീടും നമ്മുടെ കിച്ചണും ഒന്നും അല്ല കേട്ടോ നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത്. ഇന്ന് കാണിക്കുന്ന കിച്ചണൊക്കെ പുതിയതാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നമ്മൾ പത്തനംതിട്ടയിലായിരുന്നു കേട്ടോ സെറ്റിൽഡ്. അവിടെ നിന്ന് ഇപ്പോൾ നമ്മൾ നമ്മുടെ സ്വന്തം സ്ഥലമായിട്ടുള്ള കൊട്ടാരക്കരയ്ക്ക് മാറിയിരിക്കുകയാണ്. അപ്പം ഈ ഒരു വീടിൻ്റെ ഹോം ടൂറും കാര്യങ്ങളൊക്കെ ഞാൻ അധികം വൈകാതെ തന്നെ നമ്മുടെ വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ കുറച്ച് കക്കയിറച്ചി ഇരിപ്പുണ്ടായിരുന്നു, അത് ഞാൻ എടുത്തതേ വെളിയിൽ വെച്ചിട്ടുണ്ട്. ഐസൊക്കെ പോകാനായിട്ട് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് വെച്ചു. അതിനുശേഷം ഇത് ചായ ഇടാനായിട്ട് പോവുകയാണ്. അപ്പം പാല് കുറച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടിട്ട് തന്നെ ഉള്ള പാലിൽ അഡ്ജസ്റ്റ് ചെയ്തൊരു ചായയാണ് കേട്ടോ ഇടുന്നത്. അപ്പോൾ എനിക്ക് വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ ചായ കുടിക്കുക എന്നുള്ളതൊരു മസ്റ്റായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇനി വന്നതിന് ശേഷമേ പിന്നെ പാൽ കൊണ്ടുവരുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഉള്ള പാലിനകത്ത് അഡ്ജസ്റ്റ് ചെയ്ത് ചായ ഇടാമല്ലോ എന്ന് കരുതിയിട്ട് ഇത് ചായയൊക്കെ ഇട്ടു. പിന്നെ സ്നാക്സ് ചായക്കൊപ്പം വേണം അങ്ങനെയുള്ള നിർബന്ധവും കാര്യങ്ങളൊന്നും എനിക്കില്ല. ഞാൻ ഒരു ചായ മാത്രം കിട്ടിയാലും ഞാനത് അഡ്ജസ്റ്റ് ചെയ്ത് കുടിക്കുന്ന ഒരാളാണ്. അങ്ങനത്തെ ചായ കൂടിയെല്ലാം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കിനും വാങ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു മഗ്‌രിബിൻ്റെ. അപ്പോൾ പിന്നെ ഒളുവൊക്കെ എടുത്തിട്ട് വന്നിട്ട് തിരിയൊക്കെ കൊളുത്തി നിസ്കരിക്കാമെന്നൊക്കെ കരുതി അങ്ങനത്തെ തിരിയൊക്കെ കൊളുത്തി വെക്കുകയാണ്. അപ്പോൾ നിസ്കാരം എല്ലാം കഴിഞ്ഞതിന് ശേഷം വന്ന് നമ്മളിതേ യാസീൻ ഓതാണ് കേട്ടോ. അപ്പം ഞാൻ ഖുർആനൊന്നും എടുത്തില്ല, അപ്പോൾ കാണാതെ തന്നെ അങ്ങ് ഓതാന്ന് വെച്ചു. അങ്ങനെ യാസീൻ ഓതലും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞതിന് ശേഷം വീണ്ടും അടുക്കളയിലേക്ക് തന്നെ വന്നു. അപ്പം നമ്മൾ വൈകുന്നേരം ചായ ഇട്ട കുറച്ച് പാത്രം നമ്മുടെ വാഷ് ബേസിന് കിടപ്പുണ്ടായിരുന്നു. അപ്പം ഞാൻ അത് ചെയ്തിട്ടെന്നാൽ നിസ്കരിക്കാനൊക്കെ ആയിട്ട് പോകാമല്ലോ എന്ന് കരുതിയപ്പോഴത്തേക്കിന് പിന്നെ മഗ്‌രിബിന് ടൈമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് അവിടെ വാഷ് ബേസിന് തന്നെ ഇട്ടുവെച്ച് ഞാൻ പിന്നെ പോയി പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് വന്നതാണ്. എന്നിട്ട് വന്നതിന് ആദ്യം ചെയ്തത് തന്നെ നമ്മുടെ ഈ പാത്രത്തെ കഴുകി മാറ്റുക എന്നുള്ളതാണ്. അതിനുശേഷം നമ്മൾ ചീനച്ചട്ടി എടുത്തിട്ടുണ്ട്, അതിലേക്ക് നമ്മുടെ കക്കയിറച്ചി ഇട്ട് കൊടുത്തിന് കക്കയിറച്ചി ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. അപ്പോൾ കക്കയിറച്ചിയൊക്കെ ഞാനിവിടെ ഇങ്ങനെ നുള്ളിയെടുക്കുകയാണ് കേട്ടോ. വലിയ കക്കയായതുകൊണ്ട് തന്നെ നമുക്കതിൻ്റെ അഴുക്ക് പെട്ടെന്ന് തന്നെ റിമൂവ് ചെയ്ത് കളയാനായിട്ട് പറ്റുന്നുണ്ട്. അങ്ങനെ ഞാൻ കക്കയിറച്ചി കംപ്ലീറ്റ് ഇവിടെ നമ്മൾ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് കറണ്ടൊക്കെ പോയതുകൊണ്ട് നമുക്ക് വീഡിയോസൊന്നും ഷൂട്ടൊന്നും ചെയ്യാൻ പറ്റിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ കക്കയിറച്ചി കംപ്ലീറ്റ് നമ്മളിവിടെ നന്നായിട്ട് തന്നെ വാഷ് ചെയ്ത് എടുക്കുകയാണ്. അങ്ങനെ ഒരു 6-7 പ്രാവശ്യങ്ങളിൽ ഞാൻ ഈ ഒരു കക്കയിറച്ചി കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ആ ഒരു വെള്ള കളറിലെ ആ പാല് പോലുള്ള ഇതൊന്ന് മാറി വരുന്നിടം വരെ ഞാൻ നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുത്തിട്ട് പിന്നെ ലാസ്റ്റ് കഴുകിയെടുക്കുന്നതാണ് ഈ ഒരു രീതി. അപ്പോൾ അത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. സാധാരണ കക്ക കഴുകുമ്പോൾ നല്ലൊരുമാതിരി പാല് പോലെ ഇങ്ങനെ പിഴിഞ്ഞെടുക്കുമ്പോൾ ആ ഒരു രീതിയിൽ വരാറുണ്ട്. അപ്പോൾ അതൊന്ന് ഏകദേശം ഞാൻ ക്ലീൻ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അതിനുശേഷം കക്കയിറച്ചിക്ക് വേണ്ടിയിട്ടുള്ള നമ്മളുടെ ഉള്ളിയും തക്കാളിയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇവിടെ റെഡിയാക്കി എടുക്കുന്നുണ്ട്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കക്കയിറച്ചി റോസ്റ്റ് ചെയ്യുന്നതിൻ്റെയും തോരൻ്റെയും ഒക്കെ റെസിപ്പീസ് നമ്മുടെ ചാനലിൽ ഇതിനു മുന്നേ ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇതിനകത്ത് ഞാനങ്ങനെ ഡീറ്റെയിലിംഗ് ആയിട്ട് ഈ ഒരു കക്കയിറച്ചി എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടില്ല. അങ്ങുമായിട്ട് കുറച്ച് ഭാഗങ്ങൾ മാത്രമേ കാണിച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ കാണണമെന്ന് ആഗ്രഹമുള്ളവർ നമ്മുടെ ചാനലിൽ തന്നെ കക്കയിറച്ചിയുടെയും റെസിപ്പി, അതായത് റോസ്റ്റിൻ്റെ റെസിപ്പി ആയാലും നമ്മുടെ തോരൻ്റെ റെസിപ്പി ആയാലും ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതൊന്ന് പോയി വാച്ച് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ അടുപ്പിൽ നമ്മൾ ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഉലുവയും അതുപോലെ പെരിഞ്ചീരകവും ഇട്ട് പൊട്ടിച്ച് സവാള ഇട്ട് വഴറ്റിയതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ പച്ചമുളക് ഇതെല്ലാം ഇട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തു. അതിനുശേഷം നമ്മൾ മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി ഇതെല്ലാം ഇട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമ്മുടെ കക്കയിറച്ചി ഇട്ട് അതിലേക്ക് നമ്മുടെ ഗരം മസാല പൊടിച്ചതും കുരുമുളക് പൊടിയും ഉപ്പും വെള്ളവും ഒക്കെ ചേർത്ത് അടച്ച് വേവിക്കാനായിട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കിന് ബാക്കി കിടന്ന പാത്രങ്ങളെല്ലാം ഞാനൊന്ന് വാഷ് ചെയ്ത് മാറ്റിയാണ്. അപ്പോഴത്തേക്കിന് ഇക്ക വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇക്കക്ക് ചായ എല്ലാം കൊടുത്തു, ചായപാത്രം എല്ലാം കഴുകി മാറ്റുകയാണ്.
അങ്ങനെ നമ്മളിത് വാഷ് ബേസിന് ഒന്ന് ജസ്റ്റ് ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ കക്കയിറച്ചിയിലേക്ക് അല്പം നമ്മൾ കരിയാപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ നാളത്തേക്കുള്ള ചോറിനുള്ള വെള്ളം വെക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ കലമൊക്കെ നന്നായിട്ട് തേച്ച് മെഴുകിയതിന് ശേഷം വെള്ളം പിടിക്കാനായിട്ട് വെച്ചിരിക്കുകയാണ്. നമ്മുടെ കക്കയിറച്ചി റോസ്റ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഞാൻ ആ അടുപ്പിലേക്ക് തന്നെ അങ്ങ് വെക്കാമെന്നാട്ടോ വിചാരിച്ചത് കലം. അപ്പോൾ ആ ഒരു ടൈം കൊണ്ടിട്ട് ഞാൻ കുറച്ച് നേരം വന്നിരുന്ന് TV കാണുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളൊരു വ്ളോഗാണ് കാണുന്നത്. അപ്പോൾ അതെല്ലാം കണ്ടു കഴിഞ്ഞിട്ട് വന്നപ്പോഴത്തേക്കിന് കക്കയിറച്ചിയൊക്കെ ഏകദേശം സെറ്റായിട്ടുണ്ട്. അപ്പോൾ അടുപ്പിലേക്ക് തന്നെ നമ്മൾ ചോറിനുള്ള വെള്ളം വെച്ച് അരിയും കഴുകി എടുത്തിട്ടുണ്ട് ഞാൻ. എന്നിട്ട് അരിയും നമ്മൾ അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇനി അവിടെ ഇരുന്ന് വെന്തോളുമല്ലോ. അപ്പോൾ ഒരൊറ്റ തിളച്ച് കഴിയുമ്പോഴത്തേക്കിന് പിന്നെ ഉപ്പുമൊക്കെ ചേർത്ത് ഞാൻ റൈസ് കുക്കറിലേക്ക് മാറ്റുകയാണ് ചെയ്യാറ്. അങ്ങനെ ബാക്കി ഉണ്ടായിരുന്ന പാത്രവും നമ്മൾ കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ തേങ്ങാപ്പാൽ റെഡിയാക്കാണ് കേട്ടോ. അപ്പം നമുക്കിന്ന് വൈകുന്നേരത്തേക്കിന് നൈസ് പത്തിരിയും അതുപോലെ തന്നെ നമ്മുടെ കക്കയിറച്ചിയും തേങ്ങാപ്പാലും കൂടി കൂട്ടി കഴിക്കാമെന്ന് വെച്ചിട്ടോ. അപ്പോൾ ഞാൻ ആദ്യം നമുക്കത് ചെയ്തെടുക്കാം എന്നുള്ള പ്ലാനിങ് ഒക്കെ ആയിരുന്നു. പിന്നെ ടൈമിങ് ഇങ്ങനെ പൊക്കോണ്ടേ ഇരിക്കുന്നതുകൊണ്ട് പിന്നെ എല്ലാം ചെയ്ത് വരുമ്പോൾ നല്ല ലേറ്റ് ആവും. അപ്പോൾ അതുകൊണ്ടിട്ട് നമ്മൾ നൈസ് പത്തിരി നമ്മൾ പുറത്തുനിന്ന് വാങ്ങി. അതിനുശേഷം നമ്മളൊരു ജ്യൂസ് കൂടെ അടിക്കാൻ പോകാൻ കേട്ടോ. ബനാന ജ്യൂസാണ് അടിക്കുന്നത്. അപ്പോൾ ഏത്തപ്പഴവും അതുപോലെ തന്നെ പാലും ബൂസ്റ്റും കൂടി ഇട്ടിട്ടാണ് കേട്ടോ നമ്മളിത് ചെയ്തെടുക്കുന്നത്. പിന്നെ നട്ട്സൊക്കെ ഇടാൻ ആഗ്രഹമുള്ളവർക്ക് അതൊക്കെ ഇടാം കേട്ടോ. അപ്പോൾ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ജ്യൂസാണ്. അപ്പോൾ നമ്മൾ രാവിലെയോ അല്ലെങ്കിൽ വൈകുന്നേരങ്ങളിലോ ഈ ഒരു ജ്യൂസ് നമ്മൾ കുടിക്കുമ്പോഴത്തേക്കിന് അത്യാവശ്യം നമുക്ക് വണ്ണവും കാര്യങ്ങളൊക്കെ വെക്കാറുണ്ട്. പിന്നെ ഈ ഒരു ജ്യൂസ് മാത്രം മതി കേട്ടോ നമുക്ക് വയറ് നിറയാനായിട്ട്. അങ്ങനെ അപ്പോൾ നമ്മൾ നമ്മുടെ ഭക്ഷണത്തിൻ്റെ ഇതിനകത്ത് നമ്മൾ ഈ ഒരു ജ്യൂസും ഡെയിലി നമ്മൾ ഉൾപ്പെടുത്താറുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ജ്യൂസും ഗ്ലാസ്സിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഏകദേശം ഇപ്പം ടൈം ഒരു 9:45 കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് ഡൈനിങ് ഏരിയയിലേക്ക് പോവുകയാണ്. അപ്പോൾ അവിടെ നമ്മളെല്ലാം ഫുഡും അറേഞ്ച് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നൈസ് പത്തിരിയും അതുപോലെ തന്നെ നമ്മുടെ തേങ്ങാപ്പാൽ. അപ്പോൾ തേങ്ങാപ്പാൽ നമ്മൾ ചെയ്തെടുത്തതിന് ശേഷം കുറച്ച് കടുകൊക്കെ താളിച്ചൊഴിച്ചാൽ നല്ല ടേസ്റ്റൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ കടുകൊന്നും താളിച്ചൊഴിച്ചിട്ടില്ല. അപ്പോൾ തേങ്ങാപ്പാലും പിന്നെ നമ്മുടെ കക്കയിറച്ചി റോസ്റ്റ് ചെയ്തതും പിന്നെ സാലഡ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ രാവിലെ നമ്മളുണ്ടാക്കിയ സലാഡാണ്, കുക്കുംബർ സാലഡായിരുന്നു. പിന്നെ നമ്മുടെ ഏത്തപ്പഴം ജ്യൂസും എല്ലാം കൂടി ചേർത്ത് നമ്മൾ വൈകുന്നേരത്തെ ഈ ഒരു ഡിന്നർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. പിന്നെ അതിനുശേഷം കഴിച്ചതിന് ശേഷം ബാക്കി ഉണ്ടായിരുന്ന പാത്രങ്ങളൊക്കെ ഒന്ന് തേച്ച് മെഴുകി എടുത്ത് വെച്ചു. അതിനുശേഷം പിന്നെ നമ്മുടെ ചോറ് നന്നായിട്ട് തന്നെ വെട്ടി തിളച്ച് കിടപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ സിം ചെയ്തിട്ടേക്കുമായിരുന്നു. പിന്നെ അതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ്, ഞാൻ ഉപ്പും കൂടെ ചേർത്തിട്ടാണ് കേട്ടോ റൈസ് കുക്കറിലേക്ക് മാറ്റുന്നത്. പിന്നെ രാവിലെ എഴുന്നേറ്റ് വന്നിട്ട് വെന്തോന്നൊക്കെ നോക്കിയതിന് ശേഷം കുറച്ചുകൂടെ വേവ് വേണമെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ വെച്ച് തിളപ്പിച്ചിട്ട് ഊറ്റാറാണ് പതിവ്. അങ്ങനെ നമ്മുടെ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇക്കായോട് നിന്ന് റൈസ് കുക്കറിലേക്ക് ഒന്ന് മാറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളി അത് മാറ്റാനായിട്ട് വന്നതാണ്. അതിനുശേഷം പിന്നെ നമ്മുടെ ഗ്യാസ് അടുപ്പും അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു കൗണ്ടർ ടോപ്പും എല്ലാം നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പാചകമൊക്കെ കഴിയുമ്പോൾ ഇവിടെ ആകെ അങ്ങ് വൃത്തിയേടായി കിടക്കുമല്ലോ. അപ്പോൾ അങ്ങനെ ചെയ്തിരിക്കുകയാണ്. പിന്നെ നമ്മൾ കുറേ നാളായിട്ട് ഇല്ലായിരുന്നത് കൊണ്ടിട്ട് തന്നെ ആകെ നമ്മുടെ കിച്ചണൊക്കെ അലങ്കോലപ്പെട്ട് കിടക്കുകയാണ്. അപ്പോൾ ഇനി വേണം ഒന്ന് നിന്ന് സെറ്റാക്കാനായിട്ട്. അപ്പോൾ കുറേ നാൾ എൻ്റെ വീട്ടിൽ തന്നെയായിരുന്നു കേട്ടോ നിന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ടിട്ട് തന്നെ അതിൻ്റെ കുറച്ച് പോരായ്മകളൊക്കെ നമ്മുടെ കിച്ചണിലുണ്ടാവും. അപ്പോൾ ഇനി ഒരു സൺഡേ ഒക്കെ നിന്നിട്ട് വേണം നമുക്ക് ഈ ഒരു കിച്ചണൊന്ന് നന്നായിട്ടൊന്ന് ഒതുക്കി എടുക്കാനായിട്ട്. അപ്പോൾ ഉമ്മാക്ക് ചെറിയൊരു സർജറിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് നമ്മൾ വീട്ടിൽ തന്നെ ആയിരുന്നു. അപ്പം ഇവിടെ വീടിങ്ങനെ അടച്ചിട്ടേക്കായിരുന്നു കേട്ടോ. അപ്പോൾ അതാണ് ഈ ഒരു അലങ്കോലപ്പെട്ടൊക്കെ കിടക്കുന്നത്. അപ്പോൾ അതെല്ലാം നമ്മൾ നീറ്റായി ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഒരു വീടിൻ്റെ ഒരു ഹോം ടൂർ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഞാൻ കൗണ്ടർ ടോപ്പും അതുപോലെ തന്നെ നമ്മുടെ ഗ്യാസ് അടുപ്പും എല്ലാം നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഈ ഒരു സമയമൊക്കെ പുറത്ത് നല്ല അടിപൊളി മഴയായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പോഴും ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണ് മഴ. അപ്പം നമ്മുടെ കിച്ചൺ ഡ്യൂട്ടി എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മളിതേ ലൈറ്റ്സൊക്കെ ഓഫ് ചെയ്ത് നമ്മൾ നേരെ റൂമിലേക്ക് പോവുകയാണ്. അപ്പോൾ റൂമിൽ ചെന്നതിന് ശേഷം ഞാൻ പിന്നെ എൻ്റെ ഹെയറൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ഒതുക്കി കെട്ടിയൊക്കെ വെക്കും. അപ്പോൾ ഇങ്ങനെയായിരുന്നു എൻ്റെ ഇന്നത്തെ ഒരു ഡേ. അപ്പം കുറച്ച് പാചകങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇന്നത്തെ ഡേ ഇങ്ങനെയൊക്കെ പോയി. എല്ലാ ദിവസവും ഇങ്ങനെയൊന്നും അല്ല കേട്ടോ. എല്ലാ ദിവസവും നമ്മൾ ഷോപ്പിലൊക്കെ പോയി ഷോപ്പിൽ നിന്നൊക്കെ തിരിച്ച് വരുമ്പോൾ ഉള്ളൊരു ലൈഫ് എന്ന് പറഞ്ഞാൽ വേറൊരു രീതിയാണ്. അപ്പോൾ അത് ഞാൻ എന്തായാലും ഒരു ഈവനിങ് വ്ളോഗായിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതൊക്കെയായിരുന്നു കേട്ടോ എൻ്റെ ഇന്നത്തെ ഒരു ഈവനിങ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളത് കൂട്ടുകാർ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്കിനി മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും സൈനിങ് ഓഫ് റിൻസി. ടാറ്റാ, ബൈ ബൈ.